പണ്ടത്തെ സിനിമ ഡയലോഗ്സ് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സിനിമ ഡയലോഗ്. ഇപ്പൊ സിനിമയിൽ ഡയലോഗ് പറയുകയാണ്, അഭിനയിക്കുകയാണ്, ഇവർ ജീവിക്കുകയാണ്, ബിഹേവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും മാറ്റങ്ങൾ സിനിമയിൽ വന്നു. ആ ഒരു മാറ്റം സ്വാഭാവികമായിട്ട് സ്കിറ്റിലും കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ജാമ്പവാന്റെ കാലത്തെ കോമഡിയും വെച്ചുകൊണ്ടിരുന്ന നമ്മളെ താടിക്കിട്ട് തട്ടി വിടും ആൾക്കാർ. അതുകൊണ്ട് നമ്മളും ആ മാറ്റത്തെ ഉൾക്കൊള്ളുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ബോഡി ഷെയ്മിങ് ഇല്ല എന്നുള്ളതാണ്. അത് ഒരു പരിധി കൂടുതൽ നമ്മളെയൊക്കെ ഒത്തിരി മാനസിക സന്തോഷത്തിലെത്തിക്കുന്നുണ്ട്. കാര്യം അവിടെ ഒരു വണ്ണമുള്ള ഒരു ഇതൊക്കെ പറയുമ്പോൾ നമ്മളെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഇതാണ് ഭാര്യ എന്ന് ചോദിക്കുന്നിടത്ത് ഉള്ള കോമഡികളായിരുന്നു അന്ന്. ഇന്നിപ്പോ ഗ്രൂമേഴ്സ് വരെ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു വേണ്ട ബോഡി ഷേമിങ് വേണ്ടെന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ഒരു ആ കാലഘട്ടത്തിന്റെയും ആ സ്കിറ്റിന്റെയും മാറ്റത്തിലും നമുക്ക് പങ്കാളിയാകാം. കുറെ ചിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ ദൃശ്യത്തിന്റെ സ്കിറ്റിൽ പോലും അങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് പറയുന്നത് 1001 പറയുമ്പോഴും നമ്മളെ അവിടെ സീറോ ആയിട്ട്, അതായത് വലിപ്പം ഉരുണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത്. ആ കാലഘട്ടം വരെയൊക്കെ ബോഡി ഷെയ്മിങ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു റീസെന്റ് ആയിട്ട് ഒരു 2 വർഷത്തിന് മേലെ ആയിട്ട് ഈ ബോഡി ഷെയ്മിങ് തമാശകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കറുപ്പിനെ, വെളുപ്പിനെ, വണ്ണത്തെ, അങ്ങനെ മെലിഞ്ഞിരിക്കുന്നതിനെ, കോങ്കണ്ണ്, മുടന്ത്, അതുപോലെ ഏതൊരു ഫോൾട്ടിനെ നമ്മളെ അതിനെ തമാശയാക്കാനായിട്ട് ചെയ്യരുത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പോലെയുള്ള തമാശകളും അങ്ങനത്തെ ഡബിൾ മീനിങ് തമാശകളും കുറെ ഒഴിഞ്ഞു കിട്ടി. എന്നാലും ഇടയ്ക്കൂടെ ഈ മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു 99 കീടം പോയാലും ഒരെണ്ണം കാണുമല്ലോ എന്ന് പറഞ്ഞതുപോലെ എവിടെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം തിരികെ കയറ്റാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ആയിട്ട് അത് ചിലപ്പോൾ ഗ്രൂമിങ്ങിൽ കാണിച്ചില്ല സ്പോട്ടിലെങ്കിലും അടിക്കും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. എന്നാലും നല്ല ആശ്വാസമുണ്ട് ഇപ്പൊ ഇങ്ങനെ ബോഡി ഷേമിങ്ങിന് നിന്ന് കൊടുക്കേണ്ടി വരാത്തതിൽ ഒരു സന്തോഷം.